ഹായ് ഹലോ. അപ്പോൾ ഇന്ന് എനിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ അപ്പോയിൻമെൻ്റ് ആണ് കേട്ടോ. ഞാൻ ഒരാഴ്ച മുന്നേ എടുത്തതാണ്. എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഇന്ന് 10:30-ക്കാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്, അതുപോലെ നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ പൊരിച്ച കോഴീനെ പെട്ടെന്ന് എടുത്ത് ഫ്രീസറിൽ വെക്കുന്ന പോലത്തെ ഒരു കാലാവസ്ഥയാണ്, പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ്. നമുക്കിതൊക്കെ ഓൺലൈനിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അല്ലാത്ത പക്ഷേ നമുക്കിപ്പോൾ നേരിട്ട് പോയിട്ടാണല്ലോ എടുക്കാം, നോ പ്രോബ്ലം. അതുകൊണ്ട് പാസ്പോർട്ട് വേണം എന്നാണ് അവരതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുത്തു. ഞാൻ എവിടെ പോയാലും എൻ്റെ എല്ലാ സകല ഡോക്യുമെൻറ്റ്സും എടുക്കും. ഇപ്പോൾ നാട്ടിലാണ് ഇപ്പോൾ എല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഒരു ഫയലിലേ പോകുള്ളൂ. കാരണം എപ്പോഴാണ് എങ്ങനെയാണ് ചോദിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. ഞാൻ അങ്ങനെയാണ്. സോ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3rd ഫ്ലോറിലാണ്. അപ്പോൾ മുകളിലോട്ട് പോകാൻ വേറെ സ്റ്റെയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിൽ പോകണം. അപ്പോൾ ഈ ലിഫ്റ്റിൽ നമ്മൾ നിൽക്കുന്നിടത്തായിരിക്കില്ല ഓപ്പണായി വരുന്നത്. അങ്ങനെ കയറി അപ്പോൾ മുകളിലെത്തിയപ്പോൾ എനിക്ക് ഇനി സമയമുണ്ട്. അപ്പോൾ അതേ ആ കാണുന്ന സ്ക്രീനിൽ അവിടെ എൻ്റെ നമ്പർ വരും. എനിക്ക് 834 എൻ്റെ നമ്പർ. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ്. അങ്ങനെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. കുറേ പേര് ഇങ്ങനെ പൈസയ്ക്ക് അടയ്ക്കുന്നതിന് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി ആ സ്ക്രീനിൻ്റെ താഴെയിട്ട് നോക്കിയപ്പോഴാണ് 800 കഴിഞ്ഞിട്ടുള്ള ടോക്കൺ നമ്പർ എല്ലാവരും അപ്പുറത്തെ റൂം 307 എന്ന് പറഞ്ഞ റൂമിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് 307 റൂമിൽ ചെന്നു. അപ്പോൾ അകത്ത് ഓൾറെഡി ആളുണ്ടായിരുന്നു. സോ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നതുപോലെ എനിക്ക് ഓൾറെഡി ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബട്ട് എനിക്കതല്ല വേണ്ടത്, എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ 13 യൂറോ നമ്മൾ ഫീസായിട്ട് അടയ്ക്കണം. ഞാനത് അടച്ചു. ബാക്കി എനിക്ക് പൈസ തന്നു. ഇതാണ് എൻ്റെ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 3 ആഴ്ച കഴിയുമ്പോൾ 3 ആഴ്ച കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത്രയൊന്നും എടുക്കില്ല. കാരണം എനിക്ക് ഫസ്റ്റത്തെ ഇതും അവർ 3 ആഴ്ച പറഞ്ഞത്. പക്ഷേ എനിക്ക് 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിട്ടി. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടോ. ആദ്യമായിട്ടൊക്കെ ജർമ്മനിയിൽ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.